ഇന്ന് സമകാലീനം ചർച്ച ചെയ്യുന്നത് വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഏതാണ്ട് കഴിഞ്ഞ ഒരു വർഷത്തോളമായി വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ വർഗീയ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വർഗീയ പ്രസ്താവനകൾ വായി തുറന്നാല് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. തുടരെ മലപ്പുറത്തെയും മുസ്ലിം ന്യൂനപക്ഷത്തെയും ആക്രമിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തില് CPM സർക്കാർ ആകുമ്പോൾ ഇടതുപക്ഷ ഗവൺമെന്റിൽ നിന്ന് ഈ സാമുദായിക നേതാക്കള് പൊതുവെ ഇത്തരം പ്രസ്താവനകളുമായി രംഗത്ത് വരാറുണ്ട്. PMSന്റെ കാലം മുതൽ UDF വരുമ്പോഴാണ് ചങ്ങനാശ്ശേരി രാജാവും മറ്റു സമുദായ നേതാക്കളൊക്കെ തന്നെ എന്ത് ചെയ്യുക, ബിഷപ്പുമാരും സഭാ നേതൃത്വമൊക്കെ എഴുന്നേൽക്കുക, അവകാശവാദങ്ങൾ അത് വേണം ഇത് വേണം വിലപേശിട്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം പ്രത്യേകിച്ച് രണ്ടാമത്തെ ടൈമിൽ ഇപ്പം കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടെ വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിദ്വേഷ പ്രസ്താവനകൾ. സർക്കാരിന് അതിനോട് ഒരു അനുഭാവപൂർണമായ സമീപനമാണ് യഥാർത്ഥത്തിൽ സ്വീകരിക്കുന്നത്. സർക്കാരിന്റെ മൗനാനുവാദത്തോടെയാണോ പറയുന്നത് എന്ന് ആരെങ്കിലും തെറ്റു പറയാൻ കഴിയില്ല. മനഃപൂർവ്വം അതായത് എന്തായാലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞ ഉടനെ മന്ത്രിമാരടക്കം പോയിട്ട് അവരെ കണ്ട് അവരെ സമാധാനിപ്പിക്കുന്ന ഒരു രൂപത്തിലേക്കാണ് കാര്യം. അതായത് യഥാർത്ഥത്തില് ഒരു ഹിന്ദു വോട്ട് അതുവഴി നേടാമെന്നാണ് യഥാർത്ഥത്തിൽ CPM കരുതുന്നത്. പക്ഷെ കേരളത്തിന്റെ മതേതര സ്വഭാവം വെച്ച് നോക്കുമ്പോൾ CPMനെ രാഷ്ട്രീയമായി നഷ്ടക്കച്ചവടം അതാണ് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലും പ്രതിഫലിച്ചത്. പക്ഷെ അതുപോലും മനസ്സിലാക്കാതെ പാർട്ടിയും സർക്കാരും വെള്ളാപ്പള്ളി നടേശൻ രാജാവിന്റെ ഇത്തരം പ്രസ്താവനകളെ ഇങ്ങനെ അംഗീകരിച്ച് അനുഭാവപൂർണമായി മൗനാനുവാദം നൽകിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു കേസ് പോലും എടുക്കാൻ വേണ്ടി വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് വെള്ളാപ്പള്ളി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഒരു വസ്തുതയില്ലാത്ത കാര്യങ്ങൾ അതിന് പൊളിക്കാൻ പോലും ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. പിന്നെയും അതില് അംഗീകരിക്കേണ്ടത് VD സതീശനാണ് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളിക്കെതിരെ സംസാരിക്കുന്നത്. വെള്ളാപ്പള്ളിന്റെ മറ്റനേകം വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും വെള്ളാപ്പള്ളിന്റെ കാര്യത്തിൽ വെള്ളാപ്പള്ളിക്കെതിരെ ശക്തമായി സംസാരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. ഒന്ന്, ഈ വെള്ളാപ്പള്ളിക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ചില ക്രിസ്ത്യൻ സംഘടനകൾക്കും ഈ മുസ്ലിം വിദ്വേഷം ഇങ്ങനെ പടർത്തുന്നതിന്റെ പിന്നിൽ ഈ മുസ്ലിം കുട്ടികളിപ്പോ നല്ല എഡ്യൂക്കേറ്റഡ് ആയി മാറുകയാണ്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലൊക്കെ എഡ്യൂക്കേറ്റഡ് ആയ കുട്ടികൾ വളർന്നു വരികയാണ്. സംസ്ഥാനത്തുടനീളം മുസ്ലിം വിദ്യാർത്ഥികളൊക്കെ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ഭാവിയിൽ ഗുരുതരമായ പ്രശ്നമുണ്ടാക്കുമെന്ന് ഈ വെള്ളാപ്പള്ളിക്കും അതുപോലെ തന്നെ ക്രിസ്ത്യൻ സംഘടനകൾക്കും അവർക്ക് നല്ല ബോധ്യമുണ്ട്. മുമ്പത്തെ പോലെയല്ല. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ബ്രിട്ടീഷ് സർക്കാരിനെതിരെ സമരത്തിന്റെ ഭാഗമായി അവരിൽ നിന്ന് അകലം പാലിക്കുന്നതിന്റെ ഭാഗമായി ഇംഗ്ലീഷ് പോലും പഠിക്കാൻ പാടില്ല എന്ന് ഫത്വ ഇറക്കിയതിന്റെ പേരിൽ സമരത്തിന്റെ ഭാഗമായിട്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് മാറിയിരിക്കുകയുണ്ടായത്. പക്ഷെ അന്ന് നേരെ മറിച്ച് ക്രിസ്ത്യൻ സമൂഹം അന്ന് ബ്രിട്ടീഷ് സർക്കാരിന്റെ ഒപ്പം നിലകൊണ്ടു. എന്നിട്ട് രാജ്യത്തുടനീളം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, കണ്ണായ സ്ഥലങ്ങളിലൊക്കെ തന്നെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് കീഴിൽ സ്ഥാപനങ്ങൾ ഉണ്ടായി. സ്വത്തുക്കൾ ഇഷ്ടംപോലെ ഉണ്ട്. ഗോവയിൽ നോക്കിയാൽ, ബാംഗ്ലൂർ നോക്കിയാൽ, എല്ലാ പ്രദേശങ്ങളിലും ക്രിസ്ത്യൻ സഭയുടെ കീഴിൽ ഒരുപാട് സ്ഥാപനങ്ങൾ രൂപപ്പെട്ടു. അത് ബ്രിട്ടീഷുകാർ രാജ്യം വിട്ടു പോകുമ്പോൾ അവരെ ഇങ്ങനെ ദാനമായി കൊടുത്തിട്ടാണ് പോയത്. എല്ലാം ക്രിസ്ത്യൻസിന് കൊടുത്ത് അതോടൊപ്പം തന്നെ അന്നത്തെ സവർണ വിഭാഗവും ഇവരോടൊപ്പം ചേർന്ന് നിന്ന് സവർണ വിഭാഗം അവരെ കൂടെ ചേർന്ന് നിന്ന് സർക്കാരിന്റെ ഭാഗമായി ഒറ്റുകാരായി. അതിന്റെ പ്രതിഫലമായിട്ട് അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായി. അവരുടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായി. പക്ഷെ മുസ്ലിം സമൂഹത്തിന് അന്ന് പഠിക്കാനുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല, പഠിക്കാനുള്ള സൗകര്യങ്ങളില്ല. അത് മാത്രമല്ല, ബ്രിട്ടീഷുകാർക്കെതിരെ സമരത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ബഹിഷ്കരിച്ചു. പഠനത്തിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിച്ച് തന്നെ ഇല്ല. അവര് സ്വാതന്ത്ര്യ സമരത്തില് പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിച്ച്. പക്ഷെ രാജ്യം സ്വതന്ത്രമായി പിന്നീടാണ് അതിന്റെ ദൂരവ്യാപക ഫലം സമുദായം അനുഭവിച്ചറിഞ്ഞത്. അതായത് അധികാരത്തിന് പ്രാതിനിധ്യം വളരെ നന്നായി കുറഞ്ഞു. എല്ലാ മലബാറിലുള്ള മുസ്ലിം ചെറുപ്പക്കാർ കടൽ കടന്നു വന്നിട്ടാണ് ഈ ഒരു വിദ്യാഭ്യാസ പുരോഗതി എല്ലാം മലബാറിലേക്ക് കടന്നു വരുന്നത്. അന്നത്തെ അതായത് അധികാരത്തിന്റെ എല്ലാ താക്കോൽ സ്ഥാനങ്ങളിലും ക്രിസ്ത്യൻ സമൂഹവും അതുപോലെ തന്നെ സവർണ വിഭാഗവും കൈയടക്കി വെച്ച് മുസ്ലിം പ്രാതിനിധ്യം വളരെ നന്നായി കുറഞ്ഞു. ഇപ്പോഴത്തെ തലമുറ എന്ത് വില കൊടുത്തും കുട്ടികളെ പഠിപ്പിക്കുക എന്നതാണ്. എത്ര
അവസാനം ഏതറ്റം വരെയും പഠിപ്പിക്കുക. അതുകൊണ്ട് തന്നെ ഭക്ഷണം മലപ്പുറം കഴിക്കാനില്ലെങ്കിലും ജില്ലയില് അതുപോലെ തന്നെ ഏതാണ്ട് എല്ലാ ജില്ലകളിലും മുസ്ലിം വിദ്യാർത്ഥികള് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അപ്പൊ അത് ഭാവിയിൽ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് ഇപ്പോഴേ ശത്രുക്കൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നാളെ പിന്നെ അധികാര സ്ഥാനങ്ങളിൽ ഇവരെത്തും. കഴിഞ്ഞ കാലങ്ങളിൽ കൈയടക്കി വെച്ചിരിക്കുന്ന എല്ലാ അധികാര മേഖലകളിലും നഷ്ടപ്പെടും എന്നുള്ള ബോധം അവർക്കുണ്ടായി. അതിന്റെ കലി തുള്ളലാണ് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളിയിലൂടെയും കാസ പോലുള്ള ക്രിസ്ത്യൻ സംഘടനകളിലൂടെയും ഇടയ്ക്കിടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇത്തരം സമീപനം, ഇങ്ങനെ വിദ്വേഷ പ്രസ്താവന നടത്തുന്ന ആളുകൾക്കെതിരെ ഇത്തരം അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കുന്നത് അവർക്ക് ദൂരവ്യാപകമായ രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാവും, രാഷ്ട്രീയ തകർച്ച മനസ്സിലാക്കുന്നില്ല. വെള്ളാപ്പള്ളിയെ പോലത്തെ ഒരാളെ ഇങ്ങനെ കയറൂരി വിട്ടാല് കേരളത്തിന്, മതേതര കേരളത്തിന് ഭയങ്കര അപകടം ചെയ്യും. നമ്മള് ഷോർട്ട് ടൈം ആയിട്ട് അതിന്റെ സർക്കാർ തിരിച്ചറിയുന്നില്ലെങ്കിൽ പാർട്ടിയെങ്കിലും തിരിച്ചറിയാൻ തയ്യാറാവും.